മറുനാടൻ മലയാളി ഉടമ ഷാജൻ സ്കറിയെ ആക്രമിച്ചതിൽ വിശദീകരണവുമായി CPM. മറുനാടൻ മലയാളി വ്യാജ വാർത്ത നൽകി അപമാനിക്കാൻ ശ്രമിച്ച ചെറുപ്പക്കാരനാണ് ഷാജനെ മർദ്ദിച്ചതെന്നാണ് വാദം. ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ശരത്താണ് സമൂഹമാധ്യമം വഴി വിശദീകരണവുമായി എത്തിയത്. CPMന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും കൊട്ടേഷനാണ് മർദ്ദനമെന്ന മറുനാടന്റെ വാദവും ശരത്ത് തള്ളുന്നു. അടിച്ചത് ശരിയോ തെറ്റോ എന്ന് നിയമപരമായി പരിശോധിക്കപ്പെടട്ടെ എന്നും വീഡിയോയിൽ പറയുന്നുണ്ട്. എവിടുന്നോ കിട്ടിയ പത്രക്കട്ടിങ്ങിലെ ഒരു മരണവാർത്തയിൽ നിന്നും ഇയാളുടെ യൂട്യൂബ് കാണുന്ന ഞരമ്പ് രോഗികൾക്ക് വേണ്ടിയുള്ള എല്ലാ വഷളത്തരങ്ങളും ചേർത്ത് ഇയാളുടെ സ്വതസിദ്ധമായ മനോവികൃതങ്ങളും ചേർത്ത് ഇയാൾ കഥകൾ ഉണ്ടാക്കി വിളമ്പുന്നു. ഇരു കുടുംബങ്ങൾക്കും ഇല്ലാത്ത പരാതികൾ ഉണ്ടെന്ന് വരുത്താൻ ശ്രമിക്കുന്നു. ഒരു കഥയിൽ നിർത്താതെ വീണ്ടും വീണ്ടും കഥകൾ ഉണ്ടാക്കി ഇയാൾ അതിൽ ആനന്ദം കണ്ടെത്തുന്നു. അങ്ങനെ തകർന്നുപോയൊരു ചെറുപ്പക്കാരന്റെ തലയിൽ ചവിട്ടി അവനെ തകർച്ചയുടെ പടുകുഴിയിലേക്ക് താഴ്ത്തിക്കളയാൻ ആവേശത്തോടുകൂടി ഇയാൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഷാജൻ സ്കറിയുടെ മനോവികൃതത്തിന്റെ വിഷപ്പല്ലുകൊണ്ട് മുറിവേറ്റ ആദ്യത്തെയോ അവസാനത്തെയോ ആളല്ല ആ ചെറുപ്പക്കാരൻ. അത്തരം ആയിരക്കണക്കിന് മനുഷ്യരിൽ ഒരാൾ. തന്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ ദുഃഖത്തെക്കുറിച്ച് വൃത്തികെട്ട കഥകളുണ്ടാക്കി പ്രചരിപ്പിച്ച് അതിൽ ആനന്ദം കണ്ടെത്തിയ ഒരാളെ മുഖാമുഖം കണ്ടപ്പോൾ ആ മുഖമടച്ചൊന്ന് കൊടുക്കാനാണ് അവന് തോന്നിയത്. അവന്റെ സുഹൃത്തുക്കളും അവന്റെ ചിന്തയ്ക്കൊപ്പം നിന്നു. അങ്ങനെയാണ് ഈ ഷാജൻ സ്കറിയയ്ക്ക് അടി കിട്ടിയത്. അടിച്ചത് ശരിയോ തെറ്റോ എന്നത് നിയമപരമായി പരിശോധിക്കപ്പെടട്ടെ. ഈ ചെറുപ്പക്കാരന്റെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ഇതിനോട് പ്രതികരിക്കുക? നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു യൂട്യൂബ് ചാനലും തുറന്ന് ആരെക്കുറിച്ചും എന്ത് വൃത്തികേടും ഈ നാട്ടിൽ പറയാം എന്ന സ്ഥിതി പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ടോ? ഇതിനൊക്കെ ഇരയാകേണ്ടി വരുന്ന മനുഷ്യർക്കും വികാരങ്ങളില്ലേ? അതേസമയം ബംഗളൂരുവിൽ നിന്ന് പിടികൂടിയ പ്രതികളെ തൊടുപുഴയിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി. ഒന്നാം പ്രതി മാത്യൂസ് കൊല്ലംപള്ളി ഡിവൈഎഫ്ഐ പ്രവർത്തകനാണ്.